ഇന്നത്തെ വീഡിയോയിൽ ആദ്യമേ തന്നെ ചൈന ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ചൈനയ്ക്കുള്ള വിസ റെസ്ട്രിക്ഷൻസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ചൈനയ്ക്ക് മേലുള്ള ആ ഒരു വിസ റെസ്ട്രിക്ഷൻസ് എടുത്ത് കളഞ്ഞതോടുകൂടി ഒരുപാട് ചൈനീസ് കമ്പനികളുടെ, അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ സ്ഥാപിച്ചിരിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അതായത് MI, ഹെയർ, വിവോ, ഓപ്പോ ഇതേപോലത്തെ കമ്പനികളുടെ എല്ലാം പ്രധാനപ്പെട്ട ടെക്നിക്കൽ വിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇതിന്റെ ഡിസൈനിങ് യൂണിറ്റിലുള്ള ആൾക്കാർ, അവരെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിൽ വരാൻ വഴി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഒരു 8-9 മാസങ്ങളായിട്ട് അസർബൈജാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തിവെച്ചിരുന്നു. അത് ഇന്ത്യ മാത്രം എടുത്ത തീരുമാനമോ അല്ലെങ്കിൽ അസർബൈജാൻ മാത്രം എടുത്ത തീരുമാനമോ അല്ല. അസർബൈജാൻ ശരിക്കും നമ്മൾ ചോദിച്ച പ്രൈസ് ആ ഒരു നെഗോസിയേഷന് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അസർബൈജാനിലേക്കുള്ള ഓർഡറുകൾ ക്രമേണ കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു 8 മാസം കൊണ്ട് തീരെ നമ്മൾ അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള എണ്ണ കച്ചവടവും നടത്തുന്നില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തോടുകൂടി വീണ്ടും അസർബൈജാൻ നെഗോസിയേഷൻ നടത്തി നമ്മളുടെ പ്രൈസ് ക്യാപ്പിൽ ഒത്ത രീതിയിലുള്ള ആ ഒരു വിലയ്ക്ക് എണ്ണ തരാമെന്ന് സമ്മതിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം മുതൽ അസർബൈജാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ ട്രംപിന്റെ H-1B വിസയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ നയം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകും എന്നാണ് പ്രധാനപ്പെട്ട വിദഗ്ധരെല്ലാം പറഞ്ഞു വെക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പറയുന്നത് മേജർ കമ്പനികളായിട്ടുള്ള ആമസോൺ, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ ഇതേപോലത്തെ കമ്പനികൾ, മെറ്റ ഇതേപോലത്തെ കമ്പനികളൊക്കെ അവരുടെ വർക്ക് തീർച്ചയായിട്ടും ഔട്ട്സോഴ്സ് തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ 25% എന്ന് പറയുന്നത് അവര് ഇൻഡയറക്റ്റ് ബില്ലിങ്ങിലൂടെ ആ കാര്യങ്ങളൊക്കെ അവർ മറികടക്കും. അതായത് കമ്പനികൾക്ക് വേണ്ടത് സ്കിൽഡ് വർക്കേഴ്സ് ആണ്, കമ്പനികൾക്ക് വേണ്ടത് സ്കിൽഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ടെക്നിക്കൽ സ്കില്ലുള്ള ആൾക്കാർ അമേരിക്കയുടെ ഉള്ളിൽ ട്രെയിൻ ചെയ്തൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അമേരിക്കൻ കമ്പനികളെല്ലാം തന്നെയും പൊതുജന സേവനം നടത്താൻ വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് അവരുടെ ബിസിനസിന്റെ റവന്യൂ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തികളും അവർ ചെയ്യില്ല. കാരണം ഒരു സൈഡിൽ ട്രംപ് കൂടുതൽ പണം ഗവൺമെന്റിലേക്ക് വേണമെന്ന് ചോദിക്കുകയും അതേസമയം ഈ കമ്പനികൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ താഴിട്ട് പൂട്ടുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്ന സമയത്ത് ഈ കമ്പനികൾക്ക് അവിടെ നിലനിൽപ്പ് വളരെയധികം ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു മാർഗങ്ങളിലൂടെ അവരുടെ വരുമാനം ഇരട്ടിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ശരിക്കും 25% അവര് ലേവി അടച്ചുകൊണ്ട് തന്നെ ഈ വർക്കുകളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വിസയുടെ മേളിൽ $1,00,000 എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ഭീമമായ തുകയാണ്. ഒരു കമ്പനിക്കും ഈ നഷ്ടം ഏറ്റെടുക്കാനാവില്ല. കമ്പനികളെല്ലാം തന്നെ 25% ആ ഒരു ലേവി അടച്ചുകൊണ്ട് വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഈ വർക്കുകളെല്ലാം തന്നെ ഇന്ത്യക്കുള്ളിലുള്ള IT കമ്പനികൾക്ക് കിട്ടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. കാരണം ഇന്ത്യയുമായിട്ട് ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഇന്ത്യയിലുള്ള ഔട്ട്സോഴ്സിംഗ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഈ 25% ഈ ലെവി തീരുവയുണ്ടല്ലോ, ആ തീരുവയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോൺട്രാക്റ്റിൽ തന്നെ അവർക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ ബിസിനസ് പീപ്പിൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേറ്റ് ചെയ്ത് ഈ ഔട്ട്സോഴ്സിംഗ് കരാറുകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. അപ്പൊ അതായത് അമേരിക്കയിൽ ജോലി കിട്ടിയില്ലെങ്കിലും ഇന്ത്യക്കുള്ളിൽ ജോലി ഉണ്ടാവും എന്നാണ് അതിന്റെ ചുരുക്കം. ഇന്ത്യ പ്ലാൻ ടു ഡെവലപ്പ് ബോഡി ഗാർഡ് സാറ്റലൈറ്റ്. ഈ ബോഡി ഗാർഡ് സാറ്റലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ലോ എർത്ത് ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ആ ഒരു സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുകളെല്ലാം തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വരുന്ന ത്രെട്ടുകൾ എന്തൊക്കെയാണ്, എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ അതിലേക്ക് ഇടിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ മുൻകൂട്ടി തന്നെ കണ്ടെത്താൻ, സെൻസർ വെച്ചിട്ട് മുൻകൂട്ടി തന്നെ കണ്ടെത്താനും അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അത് ഇറ്റ് മീൻസ് അതായത് അതിന്റെ ഡയറക്ഷൻ കുറച്ച് മുകളിലോട്ടോ താഴോട്ടോ അതിന്റെ ആ ഒരു സഞ്ചാരപാത മാറ്റി കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ, അതായത് ആ ഒബ്ജക്റ്റുകൾ വന്നിട്ട് നമ്മുടെ സാറ്റലൈറ്റുകളെ ഡാമേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മുൻകരുതൽ നടപടികൾ എടുക്കാൻ ഈ ഒരു സാറ്റലൈറ്റിന്റെ പ്രവർത്തനം വളരെയധികം ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഓർബിറ്റിൽ ഇരിക്കുന്ന നമ്മുടെ അസറ്റുകൾ, അതാണ് നമ്മൾ മുകളിൽ വിക്ഷേപിച്ചിരിക്കുന്ന സാറ്റലൈറ്റുകൾ, അപ്പൊ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ബോഡി ഗാർഡ് സാറ്റലൈറ്റ് നമ്മൾ നിർമ്മിക്കുന്നതായിട്ട് ISRO കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇന്ത്യക്കുള്ളിൽ 54 വാർഷിപ്പുകൾ അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുകയാണ്. ഷിപ്പ് ബിൽഡിംഗിന്റെ പല യൂണിറ്റുകളിൽ, കൊൽക്കത്ത യൂണിറ്റ്, കൊച്ചിൻ, അതേപോലെ തന്നെ മുംബൈ, ഇതേപോലെ വിശാഖപട്ടണം, ഇതേപോലെ പല പോർട്ടുകളിലായിട്ട് പല ഷിപ്പ് ബിൽഡിംഗ് കേന്ദ്രങ്ങളിലായിട്ട് നമ്മളുടെ 54 വാർഷിപ്പുകൾ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ചൈന നമുക്ക് ഉയർത്തുന്ന വെല്ലുവിളി ഈ മേഖലയിൽ ചെറുതല്ല. ഏറ്റവും കൂടുതൽ ദ്രുതഗതിയിൽ നമ്മളുടെ വാർഷിപ്പുകൾ ബിൽഡ് ചെയ്ത് നമ്മളുടെ നേവൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ. അത് വളരെ സ്പീഡപ്പ് ആയിട്ടാണ് നമ്മൾ ഈ നേവൽ സെക്യൂരിറ്റി ഇപ്പം ഏറ്റവും കൂടുതൽ ഈ മാരിടൈം സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ യൂറോപ്പുമായിട്ട് ചേർന്ന് 6th ജെൻ ഫൈറ്റർ ജെറ്റിന്റെ പ്രോജക്ട്, ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രോജക്ട്, സ്റ്റെൽത്ത് ടെക്നോളജി,
അഡ്വാൻസ്ഡ് ഡ്രോൺ സ്വാമിംഗ് കേപ്പബിലിറ്റി. ഈ ടെക്നോളജിക്കൽ മേഖലയിലെല്ലാം നമ്മൾ യൂറോപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ യൂറോപ്പ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂറോപ്പ് ഡെലിഗേഷനുമായിട്ട് പല വിഷയങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡിസ്കഷൻ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ഡിസ്കഷനാണ്. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത വിഷയങ്ങളാണ് ഞാനിപ്പോൾ മേൽപ്പറഞ്ഞ വിഷയങ്ങൾ. അപ്പൊ ഈ വിഷയങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ യൂറോപ്പിന്റെ 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോജക്ട് ഏറ്റവും പ്രാധാന്യം വഹിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യക്കുള്ളിൽ തന്നെ 6th ജൻ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കുന്ന ആ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റുമായിട്ട് യൂറോപ്പ് പ്രപ്പോസലുമായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഇന്ത്യ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. അത് നമ്മുടെ എയർ സുപ്പീരിയോറിറ്റി നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് 6th ജൻ ഫൈറ്റർ ജെറ്റ് സ്റ്റെൽത്ത് ടെക്നോളജിയോട് കൂടി നമുക്ക് യൂറോപ്പുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ച് ഇന്ത്യക്കുള്ളിൽ നിർമ്മിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ ഇതുവരെ UN ജനറൽ അസംബ്ലി മീറ്റിംഗിന് മോദി പങ്കെടുക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ജയശങ്കർ എന്തായാലും പങ്കെടുക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിൽ UNGA സൈഡ് ലൈൻ മീറ്റിംഗിൽ മാർക്കോ റൂബിയോയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും തമ്മിൽ ട്രേഡ്, എനർജി, ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ നടത്തുമെന്നാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയുടെ ഡെലിഗേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ പാർട്ടിസിപ്പേഷൻ വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ UN ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. ഇന്ത്യ an important voice within UN സിസ്റ്റംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് യുഎന്റെ ഉള്ളില് ഇന്ത്യയുടെ വോയിസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ UN ഇന്ത്യ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് യുഎന്റെ സ്പോക്സ് പേഴ്സൺ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പൊ ജയശങ്കർ പോയാലും പ്രൈം മിനിസ്റ്റർ പോയാലും വളരെ വ്യക്തമായിട്ട് തന്നെ സ്റ്റേറ്റ്മെന്റുകൾ ഇന്ത്യ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും പറയുന്നത്. അല്ലാതെ നമ്മളുടെ നിലപാടുകൾക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അതായത് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 2 ദിവസം മൊറോക്കോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൊറോക്കോ ഗവൺമെന്റുമായിട്ട് ഉണ്ടായ ചർച്ചയിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഡിഫൻസ് സഹകരണ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇന്ത്യയും മൊറോക്കോയും തമ്മിൽ ഡിഫൻസ് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഈ ഷാനാഥോവ എന്ന് പറയുന്നത് ജൂവിഷിന്റെ ന്യൂ ഇയർ ആണ്. ഈ ജൂവിഷിന്റെ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ ജൂവിഷ് ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ഗ്രീറ്റിംഗ്സ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും മൊറോക്കോയും ഡിഫൻസ് പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. അതിനെക്കുറിച്ച് വൈറ്റ് ഹൗസിൽ നിന്ന് കരോലിന ലെവിറ്റ്, ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ, വൈറ്റ് ഹൗസ് സ്പോക്സ് പേഴ്സൺ, അവര് ഒരു പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പ്രസ്താവന എന്ന് വെച്ചാൽ ഇന്ത്യയും മൊറോക്കോയും തമ്മിൽ ഒരു സഹകരണ കരാർ ഒപ്പുവെച്ചതിന് അമേരിക്കയുടെ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കണം, അതായത് US ഇടപെടലില്ലാണ്ട് ലോകത്ത് ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതായത് ട്രംപിന്റെ ഈ ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഈ പോസ്റ്റിലുള്ള കളിയാണ് ഇന്ത്യയെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞാൽ ഹലോ പറയുന്നതിന്റെ 1 മിനിറ്റിന് മുമ്പ് തന്നെ ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അതായത് ശരിക്കും പറഞ്ഞാൽ ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിക്കുന്ന രീതിയാണ് ട്രംപിൻ്റെത്. ഈ രീതിയിലുള്ള എഴുത്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയതിൽ നമ്പർ 1. കാരണം ഇന്ത്യയുടെ കൺസെന്റ് ഇല്ലാതെയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു സീസ് ഫയറിനെ കുറിച്ചുള്ള ആ ഒരു നോട്ട് എഴുതിയിട്ടത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. ഒരു സോവറൈൻ സ്റ്റേറ്റിന്റെ കൺസെന്റ് ഇല്ലാണ്ട് ആ രാജ്യത്തിന്റെ യുദ്ധം ഞാനാണ് നിർത്തിയത് എന്നുള്ള രീതിയിലുള്ള ക്ലെയിം ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ എഴുതുക. അതാണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഫോറിൻ പോളിസി ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പുള്ളിക്കാരൻ. അതുകൊണ്ടാണ് ഇത്രയും ഹ്യൂമിലിയേഷൻ അനുഭവിക്കേണ്ടി വന്നത് ട്രംപിന്. അവസാനം ഇപ്പം എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ പറഞ്ഞു യുദ്ധം നിർത്തിയത് ട്രംപ് അല്ലാന്ന്. എന്നിട്ടും ട്രംപ് നാണം കെട്ട് പറഞ്ഞുകൊണ്ട് നടക്കാണ് വീണ്ടും വീണ്ടും. അപ്പൊ അതുപോലെയാണ് ഇപ്പം ഇന്ത്യയും മൊറോക്കോയും ഇങ്ങനെ ഒരു ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തതിൽ ഇപ്പൊ പെട്ടെന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, അക്നോളജ്മെന്റ് വന്നിരിക്കുകയാണ്. അതിപ്പോ വൈറ്റ് ഹൗസ് അക്നോളജ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇതൊക്കെയാണ് അമേരിക്കയുടെ പ്രശ്നങ്ങൾ. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഒരു ജർമ്മൻ കമ്പനിയുമായിട്ട് ഏതാണ്ട് 62.44 മില്യന്റെ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് മൾട്ടിപർപ്പസ് വെസൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ വെച്ചിരിക്കുന്നത്. മൾട്ടിപർപ്പസ് വെസൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജർമ്മൻ കമ്പനി കാർസൺ റഡാർ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ എയർഫോഴ്സ് അവരുടെ സ്വന്തം ജനങ്ങളെ തന്നെ ബോംബിട്ട് 30 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺവ മേഖലയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ഇറാന്റെ മേളിൽ ഒരു ആക്രമണം ഇസ്രായേൽ എന്തായാലും നടത്തും. അതായത് വരുന്ന ഡിസംബറിനുള്ളിൽ ഒരു ആക്രമണം ഉറപ്പാണ്. കാരണം അതിനുള്ളിൽ ആക്രമണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ ഇറാൻ ശക്തമായ രീതിയിൽ അവരെ വിന്യസിച്ച് റെഡിയാക്കി വെക്കും. ഇറാന്റെ ഉള്ളിൽ ശക്തമായ രീതിയിലുള്ള എയർ ഡിഫൻസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്രായേൽ വിചാരിക്കുന്നത്. കാരണം എന്താണ്, 60% എൻറിച്ച്മെന്റ് ചെയ്ത യുറേനിയം ഇതുവരെ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ മൊസാദിന് അത് അറിയാമെങ്കിലും ആ ഒരു ഓപ്പറേഷൻ പൂർത്തീകരിച്ച് ആ ഒരു യുറേനിയം കൈപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല.
അപ്പൊ അത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ആണെങ്കിൽ IAEAയുമായിട്ട് ഒരു രീതിയിലും സഹകരിക്കുന്നുമില്ല. അതായത് ഒരു 1.5 വർഷം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇറാൻ പൂർണ്ണമായ ആണവായുധ സജ്ജീകരണം റെഡിയാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇറാനെ ഇങ്ങനെ വെറുതെ ഇട്ട് വിടാൻ ഇസ്രായേലിന് സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേൽ വൈകാതെ തന്നെ വിത്തിൻ 6 മന്ത്സിനുള്ളിൽ ഇറാന്റെ മേളിൽ ഒരു എയർ സ്ട്രൈക്ക് കൂടെ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളത്. അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.